ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മേക്ക് ഓവർ വീഡിയോ ആണ് കേട്ടോ. പ്ലാന്റ് തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് നിൽക്കുന്ന ഒരു ചാമ്പമരം ഉണ്ടല്ലോ, പലപ്പോഴും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ചുമ്മാ അതിൻ്റെ മൂടെല്ലാം ചുമ്മാ ഇങ്ങനെ കുറച്ച് മെറ്റിലെല്ലാം കൂട്ടിയിട്ട് ഇങ്ങനെ ചുമ്മാ കിടക്കുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് അതിൻ്റെ വേരിങ്ങനെ 3 പോർഷനായിട്ട് ഇങ്ങനെ തിരിഞ്ഞിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെ 3ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്തിട്ട് 3 ടൈപ്പ് പ്ലാന്റ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഭംഗിയായിരിക്കുമെന്ന് വിചാരിച്ചു. അങ്ങനെ 3 ഡിവൈഡായിട്ടിരുന്ന വേര് ഡിവൈഡായിട്ടിരുന്ന 3 ഭാഗത്തും ഞാൻ 3 ടൈപ്പിൽ പ്ലാന്റ് കൊണ്ടുവച്ചു. അങ്ങനെ ഒരു സൈഡിൽ കാക്കപ്പൂവാണ് വെച്ചത്. കാക്കപ്പൂവിന് തന്നെ പല കളറിലുള്ള പൂ വിരിയുന്ന സൈസ് പ്ലാന്റ് വെച്ചു. മറ്റൊരു സൈഡിൽ എപ്പീസിയ നിലം പറ്റി ഇങ്ങനെ വളരുന്നതാണല്ലോ, അതിൻ്റെ 2-3 കളറ് നമുക്കുണ്ട്. ഹാങ്ങിങ് ആയിട്ട് ഇട്ടേക്കുന്ന നമ്മുടെ ഹാങ്ങിങ് ബാസ്ക്കറ്റിൽ നിന്ന് അതിൻ്റെ കുറച്ച് ചെറിയ തണ്ടുകൾ കൊണ്ടുവന്ന് മറ്റൊരു പോർഷനിൽ അത് ഞാൻ നട്ടു വെച്ചിട്ടുണ്ട്. നിലത്തിങ്ങനെ നല്ലപോലെ പടന്ന് വളരുമല്ലോ. അങ്ങനെ 2 സൈഡ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ദാണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അതിൻ്റെ ഇനി അപ്പുറം ഒരു സൈഡുണ്ട്, അതും കൂടെ കവർ ചെയ്യാനായിട്ട്. അങ്ങനെ അതേപോലൊരു ചെറിയൊരു പാർട്ടായിട്ട് ഞാൻ വിചാരിച്ചത് കനകാമ്പരത്തിൻ്റെ പ്ലാന്റുകൾ. ഇത് നമ്മൾ വെച്ചതല്ല കേട്ടോ. ഇതിന് ഒരു മദർ പ്ലാന്റ് ഉണ്ട്. അതിൽ നിന്ന് തന്നെ ഇങ്ങനെ വിത്തുകൾ ഇങ്ങനെ പൊട്ടി പല സ്ഥലങ്ങളിലായിട്ട്, അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ, നമ്മൾ വെള്ളമൊഴിക്കോ വളർത്തുകയോ ചെയ്യാത്ത പ്ലാന്റുകൾ. അതിനെ ഞാൻ വളരെ സൂക്ഷിച്ച് വേരൊക്കെ പൊട്ടാതെ എടുത്ത് അതിൻ്റെ വേറൊരു ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് ഇപ്പുറ ഭാഗത്തായിട്ട് പെറ്റൂണിയയുടെ കുറച്ച് തൈകൾ, അതും ഇതുപോലെ തന്നെ തനിയെ ഉണ്ടായി വന്നതാണ് കേട്ടോ. പല സ്ഥലങ്ങളിലായിട്ട് പെറ്റൂണിയയുടെ വിത്തുകൾ, വയലറ്റ് പെറ്റൂണിയ മീൻസ് മെക്സിക്കൻ പെറ്റൂണിയ കേട്ടോ, അതിൻ്റെ കുറച്ച് തൈകൾ അതും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 4 ടൈപ്പ് ചെടികൾ ഈ ഒരു മരത്തിൻ്റെ വേര് ഇങ്ങനെ മാറിയിരുന്ന ഭാഗത്തായിട്ട് ഞാൻ വെച്ച് ഫൈനൽ ലുക്ക് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഈ മരത്തിനും കിട്ടും. നമ്മുടെ ചാമ്പമരമാണല്ലോ, മിക്കവാറും സീസണില്ലാതെ കായ്ക്കുന്ന ഒരു ചാമ്പയുടെ മരമാണ് കേട്ടോ. അതേ തന്നെ ഞാൻ ഓർക്കിഡിൻ്റെ തൈകളും വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ ന്യായമായിട്ടും വെയിൽ കിട്ടുന്നൊരു സ്ഥലമാണ്, അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത് തന്നെ. എന്നിട്ട് ചുറ്റിനും നമ്മൾ ആ മെറ്റിൽ തന്നെ എടുത്ത് അടുക്കി വെച്ചു. അപ്പോൾ ഈ മെറ്റിൽ കൂട്ടി ചുമ്മാ കിടന്നിടത്ത് നിന്ന് ഇങ്ങനെ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുത്തപ്പോഴത്തേനും വേറൊരു ലുക്കായി കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ചെറിയൊരു മേക്ക് ഓവർ? നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കണേ, കമൻറ്റ് ചെയ്യണം, തുടർന്ന് വീഡിയോസ് കാണണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.